നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാട്ടല്ല നോക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന എല്ലാ ഞായറാഴ്ചകളിലും നമുക്ക് ഒരു പാഠം ഹിയാനെക്കുറിച്ചുള്ള വലത് കൈയും ഇടത് കൈയും വെച്ച് വായിക്കുന്ന ഒരു പാഠം ഇടാനായിട്ട് മനസ്സിലൊരു പ്ലാനുണ്ട്. ഇന്നിപ്പം കുറച്ച് സമയമുള്ളതുകൊണ്ട് അത് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചാണ് ഇതിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, സാർ ഇടത് കൈ കൊണ്ട് വായിക്കുന്ന ഒരു രീതി ഒന്ന് കാണിച്ചു തരാമോ? ഞങ്ങൾക്ക് വലത് കൈ കൊണ്ട് മാത്രമേ വായിക്കാൻ അറിയുള്ളൂ, അതുകൊണ്ട് ഇടത് കൈ കൊണ്ടിവിടെ വായിക്കുന്ന തരത്തിലുള്ള ഒരു എക്സർസൈസുകൾ തരാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ പാഠങ്ങൾ ഞാനെടുത്ത് ഇങ്ങനെയുള്ള പാഠങ്ങളൊക്കെ ഉപകരിക്കും. ഇത് എവിടെ നിന്നാണ് ഞാനിത് പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, ജോൺ തോമസിൻ്റെ മോഡേൺ പിയാനോ കോഴ്സ് എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നാണ് ഉള്ളൊരു പാഠമാണ്. അപ്പോൾ ഈ പാഠത്തിൻ്റെ പേര് സാൻഡ്സ് ഓൺ ദ ലേക്ക് എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇത് സപ്തസ്വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ രി ഗ മ പ എന്ന വലത് കൈക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ. എന്നിട്ട് പ മ ഗ രി സ, ഇതിങ്ങനെ വലത് കൈക്ക് കുറേ നേരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. കണ്ടോ? ഇനി അതുപോലെ തന്നെ ഇടത് കൈക്ക് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സിയിൽ നിന്ന് ഇടത് കൈയുടെ രണ്ടാമത്തെ സിയിൽ നിന്നും സ രി ഗ മ പ പ മ ഗ രി സ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഈ രണ്ട് കൈകളും ആദ്യം, എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യണം. ഇതാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ രണ്ട് കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ആദ്യം വലത് കൈക്ക് വായിക്കണം, അതിനുശേഷം പിന്നെ വായിക്കുന്ന ഇടത് കൈക്കാണ്, പിന്നെ രണ്ട് കൈ കൊണ്ടും വായിക്കണം. അപ്പോൾ രണ്ട് കൈ കൊണ്ടും വായിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം കൈവന്നതിന് ശേഷം ആദ്യം നമുക്ക് ഒന്നാമത്തെ ലൈൻ വലത് കൈയുടെ ഈ പാഠത്തിൻ്റെ ഒന്നാമത്തെ ലൈൻ വലത് കൈയുടെ ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കാണിക്കാം. ഇതിൻ്റെ ടൈം സിഗ്നേച്ചർ ഞാൻ 3/4 ആണ്. 3/4 ഉള്ള തെക്കിട്ട് അങ്ങനെ താളം പോകുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് വായിച്ചപ്പോൾ അത് നമ്മൾ രണ്ട് തെക്കിട്ട വിട്ടതിന് ശേഷമേ പാഠം തുടങ്ങാവുള്ളൂ. തെക്കിട്ട അതിനുശേഷം നമ്മൾ ആരംഭിക്കുന്നത് വിരലുകൾ ശ്രദ്ധിക്കണം. നടുവിരലുണ്ട് ഗാ വായിച്ചത്, പാ വായിച്ചത്, ചെറുവിരലുണ്ട്, മാവ് വായിച്ചത്. നമ്മുടെ ഓർഡറിൽ 5 നോട്ടുകളായിട്ടാണ് നമ്മുടെ വിരൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ കാണിക്കാം. ഒന്നാമത്തെ ബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 അക്ഷരങ്ങളായിട്ട് ഇതിന് ബാറൊക്കെ ഇട്ട് എഴുതണം. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു എഴുതുന്ന രീതിയും കൂടെ കാണിച്ചു കൊണ്ടുള്ള ഒരു നോട്ടോട് ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യം നിങ്ങൾ വായിക്കേണ്ടത് ഗ പ മ, രണ്ടാമത്തെ ബാറ് ഗ പ മ, മൂന്നാമത്തെ ബാറ് ഗ പ മ, നാലാമത്തെ ബാറ് ഗ രി സ. ഇവിടെ കിട്ടിയല്ലോ, അതങ്ങോട്ട് വായിക്കുക, ആദ്യം വായിക്കുക. ഇനി അപ്പോൾ നമ്മൾ ആ ഒരു വലത് കൈയുടെ ഒരു ലൈൻ നമ്മൾ വലത് കൈക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടത് കൈക്ക് വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കേണ്ടത് sa 2 3 pa 2 3 sa 2 3 pa 2 3 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ആദ്യം നിങ്ങൾ എന്താ ചെയ്തത്? sa 2 3 pa 2 3 sa 2 3 pa 2 3. അപ്പം sa pa sa pa. ഇടത് കൈക്ക് ഇങ്ങനെ
പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് ഈ 2 കൈ കൊണ്ടും ഞാനിവിടെ സാ വായിക്കുമ്പോൾ, ഇവിടെ സാ എന്നുള്ള അക്ഷരം 3 ബീറ്റ് വായിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ റൈറ്റ് ഹാൻഡിൽ വായിക്കണം. ഓക്കെ, ഞാനിവിടെ പാന്ന് 3 ബീറ്റ് വായിക്കുമ്പോഴും നിങ്ങൾ വീണ്ടും ഞാൻ സാ വായിക്കുമ്പോൾ ഈ ടൈമിങ് ഒരുപോലെ ആയിരിക്കണം കേട്ടോ, 2ഇടത്തും ശബ്ദം വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ പാ വായിച്ചപ്പോഴാണ് ഗരിസ എന്ന് വായിച്ചത്. അപ്പൊ ഒന്നോട്ട് ഞാനത് വായിച്ച് കാണിക്കാം. ഓക്കെ, ഇപ്പൊ 2 വീണ്ടും വായിച്ചല്ലോ. ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ സാ പ സാ പ സാ പ, ആ 2 നോട്ട് മാത്രമേ നമ്മൾ പ്ലേ ചെയ്തുള്ളൂ. ഇനി ഇപ്പം നമ്മൾ വലത് കൈയും ഇടത് കൈയും ഓരോ ലൈനുകൾ വായിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലത് കൈയുടെ 2ാമത്തെ ലൈനിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് വലത് കൈ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതായത് 3 2 3 3 2 3 എന്ന് പറയുമ്പോൾ ഈ എന്ന് പറയുന്ന നോട്ട് 3 ബീറ്റാണ്. 1ാമത്തെ ബാർ, 2ാമത്തെ ബാർ സാ ഗ പ, വീണ്ടും 3 2 3 സാ 2 3. അപ്പോൾ ഇത് മാത്രമായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സാ ഗ പ സാ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ ഇടത് കൈ നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പം ഇങ്ങനെ വായിച്ചത്. അപ്പം ഇനി ഇടത് കൈ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. മാ പ മ ഗ 2 3 മാ പ മ ഗ 2 3. മാ പ മ, ഗായ്ക്ക് 3 ബീറ്റ് വരുന്നുണ്ട്, 2 ദീർഘം. ഒന്നുകൂടെ കാണിക്കാം, വിരൽ ശ്രദ്ധിക്കണം. മാ പ മ ഗ മാ പ മ ഗ. മനസ്സിലായല്ലോ. ഇനി ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഈ വായിച്ച 2ാമത്തെ ലൈൻ എങ്ങനെയാണ് നമുക്ക് 2 കൈ കൊണ്ട് വായിക്കേണ്ടതെന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കേ. 2. അപ്പോൾ ഞാനിവിടെ രീ എന്ന് വായിക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡിൽ മാപ്പാമാന്ന്. സോറി, 1 2 3. സോറി, ഒന്ന് നോക്കാം. നമ്മളിവിടെ രീ എന്ന് വായിക്കുന്ന സമയത്ത് അടുത്ത ഗാ എന്ന് വായിക്കുമ്പോൾ റൈറ്റ് ഹാൻഡിൽ സാഗാപ്പ എന്ന് വായിക്കണം. സാഗാപ്പ. വീണ്ടും ഞാൻ മാപ്പാമ എന്ന് വായിക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് രീ. സോറി, ഞാൻ രീന്ന് വീണ്ടും വായിച്ചപ്പോൾ പിന്നെ റൈറ്റ് ഹാൻഡിൽ സാ എന്ന് വായിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ഗ. ഇത് മൊത്തമായിട്ട് വായിക്കുമ്പോൾ ഇവിടെ കിട്ടിയ ഈ 2 ലൈനൂടെ ഞാൻ ഒരുമിച്ചൊന്ന് വായിച്ച് കാണിക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1ാമത്തെ 2ാമത്തെ ലൈനുകൾ ഒരുമിച്ച് വായിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ 1 2 ഈ പാഠത്തിൻ്റെ 1 2 ലൈനുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി 3 4 ലൈനുകൾ ഇത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് ഒന്നുകൂടെ വായിക്കണം ഈ 2 ലൈനുകൾ. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. വീണ്ടും
ഇത്രയാണ്. അപ്പോൾ ഈ പാഠത്തിൻ്റെ നിങ്ങളിതിൻ്റെ സ്റ്റാഫ് നൊട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഇതിനടിയിലൊക്കെ പി എന്നും പി പി എന്നും എം എഫ് എന്നും എം പി എന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഡൈനാമിക് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. നമ്മൾ സോഫ്റ്റായിട്ട് വായിക്കണം, വളരെ സോഫ്റ്റായിട്ട് വായിക്കണം, ഹാഫ് ലൗഡായിട്ട് വായിക്കണം, പിന്നെ അതുപോലെ തന്നെ നല്ല ലൗഡായിട്ട് വായിക്കണം. അങ്ങനെയൊക്കെ ചില ഇൻസ്ട്രക്ഷനുകളുണ്ട്. അപ്പോൾ അത് നോക്കണ്ടേ. ഇപ്പം നിങ്ങൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ വായിച്ച ആദ്യ ലൈൻ നിന്ന് പഠിച്ചതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടുള്ള ആ ലൈനുകളൊന്ന് പ്രാക്ടീസ് ചെയ്ത് രണ്ടും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പം നമ്മൾ 4 ലൈനുകൾ പഠിച്ചു ഈ പാഠത്തിൻ്റെ. 1-2 ലൈനുകൾ തന്നെയാണ് 3-4 ലൈനുകളായിട്ട് വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ഞായറാഴ്ച നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. സയൻസ് ഓൺ ദ ലേക്ക് എന്ന ഈ പാഠം. ഇതിൻ്റെ ബാക്കി നമുക്ക് 5ഉം 6ഉം 7ഉം 8 ലൈനുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അടുത്ത ഞായറാഴ്ച ഇതിൻ്റെ ബാക്കി ഉണ്ടായിരിക്കും. അതുവരെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം കൂടെ പറയാം. പ്രാക്ടീസാണ് ഏറ്റവും പിന്നെ ഇതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. വിത്തൗട്ട് പ്രാക്ടീസിൽ നമുക്ക് ഒന്നും ആകാൻ പറ്റത്തില്ല. ഏത് മാസ്റ്റർ പഠിപ്പിച്ചാലും നമ്മൾ എടുക്കേണ്ട ചില എഫേർട്ടുകളുണ്ട്. സോ യു ഷുഡ് ടേക്ക്. അത് നിങ്ങൾ എടുക്കണം. ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ലൊരു വിജയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം വലത് കൈകൊണ്ട് മാത്രം വായിക്കുന്നവർക്ക് പലരും എന്നെ വിളിച്ചു, സാറേ ഞങ്ങൾക്ക് ഇടത് കൈകൊണ്ട് എങ്ങനെയാണ് വായിക്കാൻ പറ്റുന്നത്, അതിൻ്റെ എന്തെങ്കിലും ഒരു ടെക്നിക്കുകൾ. ഇതിന് പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നും അല്ല. ഇതിന് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഇതിന് ചില കാര്യങ്ങളുണ്ട്. റൈറ്റ് ഹാൻഡിൽ നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ഏത് നോട്ടാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ വായിച്ചത് ഓട്ടോമാറ്റിക്കലി പിന്നെ നമുക്കിത് മനസ്സിലാവും. കേട്ടോ? എന്തായാലും ഇപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരമത്തൂർ സുരേഷ് തരിക.